ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയ സുപ്രധാനമായ ഇബാദത്താണ് സക്കാത്ത്. സക്കാത്ത് അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിൽ നിർവഹിക്കപ്പെടണമെങ്കിൽ കൃത്യമായ സക്കാത്ത് മാനേജ്മെൻറ്റ് സംവിധാനം അനിവാര്യമാണ്. സക്കാത്ത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സക്കാത്തിൻ്റെ സംഭരണം, വിതരണം, പ്രചാരണം, സക്കാത്തുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, ഗവേഷണങ്ങൾ തുടങ്ങിയ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് സക്കാത്ത് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഇത്തരത്തിൽ സക്കാത്ത് മാനേജ്മെൻറ്റ് നിർവഹിക്കണമെങ്കിൽ സംഘടിത സക്കാത്ത് സംവിധാനങ്ങളാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. നമുക്കറിയാം, ലോകത്തെ ജനസംഖ്യയിൽ 24.5% മുസ്ലിം സമൂഹമാണ്. ഏകദേശം 57 രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളായി തന്നെ ലോകത്തുണ്ട്. അതിൽ തന്നെ 15ഓളം രാജ്യങ്ങൾ സമ്പന്നമായ രാജ്യങ്ങളാണ്. ആഗോളതലത്തിൽ അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംഘടിതമായ സക്കാത്ത് മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അറബ് മുസ്ലിം രാജ്യങ്ങളിലുണ്ട്, അതുപോലെ തന്നെ യൂറോപ്യൻ, അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെ സംഘടിതമായ സക്കാത്ത് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചില രാജ്യങ്ങളിൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ, അതുപോലെ തന്നെ സൗദി അറേബ്യ, സുഡാൻ, മലേഷ്യ, ലിബിയ, ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഭരണകൂടത്തിൻ്റെ ഭാഗമായി തന്നെ എന്തുണ്ട്, അവിടെ സക്കാത്ത് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങൾ സർക്കാർ നിയോഗിച്ച ഏജൻസികളോ അതുപോലെ തന്നെ പൊതു NGOകളോ ഒക്കെയാണ് സക്കാത്ത് മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ലോകത്ത് ഏറ്റവും വലിയ മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിലെ ബസ്നാസ് ആണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ സക്കാത്ത് ഏജൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ധാരാളം ഏജൻസികൾ, സെൻസാഫ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ നാഷണൽ സക്കാത്ത് ഏജൻസി, അമേരിക്കൻ സക്കാത്ത് ഫൗണ്ടേഷൻ, നാഷണൽ സക്കാത്ത് ഫൗണ്ടേഷൻ UK, സക്കാത്ത് ഫ്രാൻസ്, സക്കാത്ത് ഓസ്ട്രേലിയ, ഇസ്ലാമിക് റിലീഫ് വേൾഡ് വൈഡ്, ബൈത്തു സക്കാത്ത് കുവൈറ്റ്, ഇങ്ങനെ തുടങ്ങി ധാരാളക്കണക്കിന് സക്കാത്ത് ഏജൻസികൾ അന്താരാഷ്ട്ര തലത്തിൽ വിവിധ രാജ്യങ്ങളിലായിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നമുക്ക് കാണാൻ കഴിയും, വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ. അത് ആ രാജ്യത്ത് മാത്രമല്ല, ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച മിക്ക ഏജൻസികളും 40ഉം 50ഉം രാജ്യങ്ങളിലൊക്കെ, ലോകത്തെ ദരിദ്രമായ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ പദ്ധതികളുമായിട്ട് പ്രവർത്തിക്കുന്ന NGOകളാണ്. ഗ്ലോബൽ ഇസ്ലാമിക് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം ഒരു വർഷം $1.5 ട്രില്യൺ ലോകത്ത് സക്കാത്ത് ഇനത്തിൽ സമൂഹത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ എത്തുന്ന സക്കാത്ത് സംഖ്യ കേവലമായൊരു ചാരിറ്റി എന്ന അർത്ഥത്തിൽ മാത്രം ചെലവഴിക്കുകയല്ല ചെയ്യുന്നത്. കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന അതിൻ്റെ അത്തരം പോളിസികളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ വിവിധ ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ചെലവഴിക്കുന്നത്. നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 2030 എന്ന പ്രോജക്റ്റ് നമുക്കറിയാം. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും, എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ പട്ടിണി മാറ്റുമെന്നും ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമെന്നും അതുപോലെ തന്നെ അഭിമാനകരമായ ജീവിതം എല്ലാവർക്കും ഉറപ്പുവരുത്താനുള്ളൊരു പ്രൊജക്റ്റാണ് ഈ പറയുന്ന SDG 2030. ഈ SDG 2030യുടെ മിക്ക ഒബ്ജക്റ്റീവ്സും സക്കാത്ത് മുന്നോട്ട് വെക്കുന്ന, സക്കാത്തിൻ്റെ ലക്ഷ്യങ്ങളുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്യുന്ന, അതിനെ സാധൂകരിക്കുന്ന ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഭൂരിഭാഗം സക്കാത്ത് ഏജൻസികളും ഈ പറയുന്ന SDG പ്രൊജക്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ലോകത്ത് യുദ്ധങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, അതുപോലെ പട്ടിണി, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് സമൂഹങ്ങളുണ്ട്. ഇത്തരം സമൂഹങ്ങളിലെ, ഇത്തരം ജനങ്ങളുടെ, അഭയാർത്ഥി സമൂഹങ്ങളുടെയൊക്കെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ കൃത്യമായിട്ട് ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് സക്കാത്ത് ഏജൻസികളാണ്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും മ്യാൻമാറിലും അതുപോലെ തന്നെ പിന്നോക്കമായ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള അത്തരം അഭയാർത്ഥി സമൂഹങ്ങളുടെ ഭക്ഷണം, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിൽ സ്ഥിരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന, അവർ കൃത്യമായ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് സക്കാത്ത് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്
ലോകത്തെ ഈ പറയുന്ന പ്രധാനപ്പെട്ട സക്കാത്ത് ഏജൻസികളാണ്. അപ്പോൾ നമുക്കറിയാം ഫലസ്തീൻ നമ്മുടെ മുമ്പിലുണ്ട്. ഫലസ്തീനുമായി ബന്ധപ്പെട്ടാണ് നിലവിലെ ലോകത്തെ സക്കാത്ത് ഏജൻസികളുടെ ഫിലാന്ത്രോപ്പിക് ഏജൻസികളുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അമേരിക്കൻ സക്കാത്ത് ഫൗണ്ടേഷൻ മാത്രം ഫലസ്തീനിലേക്ക് 10 മില്യൺ ഫുഡ് കിറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ലോകത്ത് ഇത്തരത്തിലുള്ള പ്രയാസപ്പെടുത്തുന്ന സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിൽ ഇവിടെയുള്ള സക്കാത്ത് ഏജൻസികളാണ് ഒന്നാമതായിട്ട് സ്ഥിരമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇതിന് പുറമെ തന്നെ പിന്നോക്കമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ അവിടെ തൊഴിൽപരമായ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ ധാരാളക്കണക്കിന് പദ്ധതികൾ ഇത്തരത്തിലുള്ള സക്കാത്ത് ഏജൻസികൾ ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നോക്ക മുസ്ലിം രാജ്യങ്ങളിലെ തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സക്കാത്ത് ഏജൻസികളുടെ ധാരാളം പ്രൊജക്റ്റുകൾ, ഇന്ത്യയിലടക്കം ധാരാളം പ്രൊജക്റ്റുകൾ, കേരളത്തിലൊക്കെ നമുക്കറിയാം നിരവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പം വേൾഡ് സക്കാത്ത് ഓർഗനൈസേഷൻ മലേഷ്യ 2015 പ്രഖ്യാപിച്ച പ്രോജക്റ്റ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിലെ മുസ്ലിം യൂത്തിന് അവരുടെ തൊഴിൽ ക്ഷമത ഉറപ്പുവരുത്താൻ, അവരുടെ തൊഴിൽ മേഖല ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 10 ബില്യൺ റിങ്കിറ്റാണ് സക്കാത്തായി ശേഖരിച്ചവർ വിതരണം ചെയ്തത്. ഭരണകൂടങ്ങളുടെ ഭാഗമായിട്ടുള്ള സക്കാത്ത് ഏജൻസികളുണ്ട്. ഇത്തരം ഏജൻസികൾ രാജ്യത്തിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയും സക്കാത്ത് വിനിയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ സക്കാത്ത് മുസ്ലിം രാജ്യമാണ് ഇന്തോനേഷ്യ. ഏറ്റവും വലിയ സക്കാത്ത് ഏജൻസി ഉള്ളതും ബസ്നാസ് ആണ്. ഈ ബസ്നാസ് ഇന്തോനേഷ്യയിൽ തന്നെ ഏറ്റവും പിന്നോക്കമായൊരു ദ്വീപുണ്ട്, ജംബി ദ്വീപ് എന്ന് പറയും. ഈ ജംബി ദ്വീപിൽ അവിടെ വൈദ്യുതി ഇല്ല. ആ ജംബി ദ്വീപിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി സക്കാത്ത് ഫണ്ടിൽ നിന്ന് $3.2 മില്യൺ ചെലവഴിച്ചത്. അതുപോലെ തന്നെ മലേഷ്യയിലെ പെറുവിൽ സ്റ്റേറ്റ് സക്കാത്ത് ഏജൻസി അവരുടെ സക്കാത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആഗോള താപനം മൂലം കൃഷി നഷ്ടപ്പെട്ട കെനിയയിലുള്ള കിറ്റുയി പ്രവിശ്യയിൽ അവിടെ ഏകദേശം 100,000 ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്ക് കൃഷി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അതിനുള്ള വെള്ളം, അതുപോലെ വിത്ത്, ജലസേചന സൗകര്യങ്ങൾ ഇതുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അവർ $1.75 മില്യൺ അതിനുവേണ്ടി ചെലവഴിച്ചത്. അപ്പോൾ ഈ രീതിയിൽ ഡെവലപ്മെൻറ്റ് സെക്ടറിലും അതുപോലെ തന്നെ അടിസ്ഥാന മേഖലയിലും അടിയന്തര ആവശ്യങ്ങളുള്ള എല്ലാ മേഖലകളിലും കൃത്യമായ പദ്ധതികൾ തയ്യാറായിക്കൊണ്ടാണ് ലോകത്തുള്ള സക്കാത്ത് ഏജൻസികൾ അവരുടെ പ്രവർത്തനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 3ാമത്തെ രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം ശരാശരി 10,000 കോടിയിലധികം രൂപ സക്കാത്തായി ശേഖരിക്കാൻ സാധിക്കുമെന്നതാണ് നമ്മുടെ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിലുള്ളത്. പക്ഷെ നമുക്കറിയാം അത്തരത്തിൽ കളക്റ്റീവായിട്ട് സക്കാത്ത് ശേഖരിച്ച് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിൽ, സോഷ്യൽ വെൽഫെയർ ആസ്പെക്റ്റിൽ നമുക്കിവിടെ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമുക്കറിയാം ഇവിടെയുള്ള ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ നമുക്കറിയാം എല്ലാ മേഖലയിലും പിന്നോക്കമാണ്. ഇപ്പോൾ നമുക്കറിയാം ഏകദേശം മഹാരാഷ്ട്ര, അതുപോലെ തന്നെ തെലങ്കാന, തമിഴ്നാട്, കേരളം ഇത്തരം സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഭാഗികമായെങ്കിലും നല്ല രീതിയിൽ സംഘടിതമായ സക്കാത്ത് സംവിധാനങ്ങളുള്ളത്. അവിടെ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. അതേസമയത്ത് ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സംഘടിതമായ സക്കാത്ത് സംവിധാനങ്ങളുടെ അപര്യാപ്തത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധമായി ശേഖരിക്കപ്പെടേണ്ട സക്കാത്ത് സംഘടിതമായി ശേഖരിക്കപ്പെടുന്നില്ല. അത് ഈ പറയുന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തി വിനിയോഗിക്കപ്പെടുന്നില്ല. അതിൻ്റേതായ പ്രയാസങ്ങളും ലിമിറ്റേഷനും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സംഘടിതമായ സക്കാത്ത് സംവിധാനങ്ങൾ ഉണ്ടായിത്തീരുക എന്നുള്ളത് ഏറ്റവും വലിയ അനിവാര്യതയാണ്. ഇപ്പം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ സാമാന്യമായ രീതിയിലെങ്കിലും സംഘടിത സക്കാത്ത് സംവിധാനം സജീവമാണ്. ഏകദേശം 1000-ഓളം പ്രാദേശികമായ സക്കാത്ത് സംവിധാനം കേരളത്തിലുണ്ട്. അതിന് പുറമെ ബൈത്ത് സക്കാത്ത് കേരളയെ പോലുള്ള സംഘടിതമായ സ്റ്റേറ്റ് ലെവലിലുള്ള സക്കാത്ത് സംവിധാനങ്ങളുമുണ്ട്. ഈ സംഘടിതമായി സക്കാത്ത് ശേഖരിച്ച് വിനിയോഗിച്ചാൽ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതിനുള്ള മാതൃകായോഗ്യമായ ഏറ്റവും വലിയ തെളിവാണ് ബൈത്ത് സക്കാത്ത് കേരള. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിക്കൊണ്ട് കേരളത്തിൽ ബൈത്ത് സക്കാത്ത് കേരള പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, ചികിത്സ, കടബാധ്യത തീർക്കൽ, കുടിവെള്ള പദ്ധതികൾ, ഇങ്ങനെ തുടങ്ങി സക്കാത്തിൻ്റെ അവകാശികളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ അടിസ്ഥാനപരമായ മേഖലകളിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള വിവിധങ്ങളായ പദ്ധതികൾ ഏകദേശം 1,00,000-ഓളം ആളുകൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ബൈത്ത് സക്കാത്ത് കേരളക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം ആളുകളുടെ ജീവിതത്തിന് നിറം നൽകാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇത് സംഘടിതമായൊരു സംവിധാനം ഉണ്ടായതുകൊണ്ടാണ്. ഇതേപോലുള്ള ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ, ചെറുതും വലുതുമായ ധാരാളം ഉദാഹരണങ്ങൾ കേരളത്തിലുടനീളം, കേരളത്തിൽ 1000-ഓളം പ്രാദേശിക സക്കാത്ത് കമ്മിറ്റികൾക്ക് പറയാനുണ്ട്. വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം
വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു വ്യക്തികൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്താൽ അതിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യമല്ല. ഇപ്പം ബൈത്തുൽ സക്കാത്തിൻ്റെ തന്നെ സഹോദര സ്ഥാപനമാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ. പീപ്പിൾസ് ഫൗണ്ടേഷൻ രൂപീകരിച്ച് 10 വർഷമായി. ഈ 10 വർഷത്തിനിടെ 1100 പേർക്ക് വീടുണ്ടായി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊരു വ്യവസ്ഥാപിത സംവിധാനത്തിൻ്റെ ഒരു ശക്തിയാണ്. കാരണം ആളുകൾക്ക് വേണ്ടത് വിശ്വാസ്യതയാണ്, ട്രാൻസ്പാരൻസിയാണ്, അവരുടെ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്ന ഏജൻസികളെയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, കേരളത്തിൽ നിന്നൊക്കെ 1000-ലധികം കോടി രൂപ ഓരോ വർഷം സക്കാത്തായി വരേണ്ടതുണ്ട്. ഈ കോടിക്കണക്കിന് രൂപ സക്കാത്തായി വരുമ്പോൾ അതിൽ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്ന് കൃത്യമായിട്ട് കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ കാണിക്കാൻ കഴിയുന്ന, സക്കാത്ത് മാനേജ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കേരളത്തിൽ ഏകദേശം 7200ഓളം മഹല്ലുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ അത്ര ഫ്ലറിഷിംഗ് അല്ല. കേരളത്തിൽ ഏകദേശം 24,000-ഓളം ലക്ഷം വീട് കോളനികളുണ്ട്. ഏകദേശം 5000-ഓളം ആദിവാസി കോളനികളുണ്ട്. 222 മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കമായ വലിയൊരു വിഭാഗങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് കേരളത്തിൽ ഇത്തരം മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പിന്നോക്കമായ മേഖലകളെ അവരെ സംരക്ഷിക്കേണ്ടത്, അവരുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട്, അവരുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ സക്കാത്ത് സംരംഭങ്ങൾക്ക് വലിയ ബാധ്യതയുണ്ട്. ബൈത്തുൽ സക്കാത്ത് കേരളയെ പോലുള്ള സക്കാത്ത് സംവിധാനങ്ങളുടെ ഒരു പ്രസക്തി അവിടെയാണ്. ഒരു സക്കാത്ത് സംവിധാനം നിലവിൽ വരിക, പ്രവർത്തിക്കുക സാമ്പത്തികമായി സുസ്ഥിതിയുള്ള സ്ഥലങ്ങളിലാണ്. എന്നാൽ അതേസമയം തന്നെ സാമ്പത്തികമായി പിന്നോക്കമുള്ള ഇത്തരത്തിലുള്ള സക്കാത്ത് സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്ത ധാരാളക്കണക്കിന് പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. ഇത്തരത്തിലുള്ള മേഖലകളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ബൈത്തുൽ സക്കാത്ത് കേരളയെ പോലുള്ള സക്കാത്ത് ഏജൻസികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സക്കാത്ത് കണക്കാക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം പൂർണ്ണമായി നൽകാൻ പറ്റില്ല, അങ്ങനെ നൽകണം. അതല്ലെങ്കിൽ നിങ്ങളുടെ സക്കാത്തിൻ്റെ ഒരു വിഹിതം ഇത്തരത്തിലുള്ള പിന്നോക്കമായ മേഖലകളിലേക്ക് നൽകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.